കർത്താവിൽ പ്രിയമുള്ളവരെ, വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ശരണം വെക്കുന്നത് നല്ലത്. ജീവിതത്തിൽ നമ്മൾ വിശ്വസിച്ചവര് നമ്മളെ കൈവിടുമ്പോൾ, രോഗങ്ങളോ സാമ്പത്തികമായ തകർച്ചകളിലോ നമ്മൾ തളർന്നു പോകുമ്പോൾ, നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ്? എന്നെ സഹായിക്കാൻ ഇനി ആരുണ്ടെന്ന്. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇതിനൊരു മറുപടി നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കൈകൾ പൂർണ്ണമായി ഏൽപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ആ വലിയ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. സങ്കീർത്തനം 91 മുതൽ 2 വരെ വാചകങ്ങളിൽ പ്രകാരം പറയുന്നു: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ തണലിൽ പാർക്കുകയും ചെയ്യുന്നവൻ കർത്താവിനോട് പറയും, അവിടുന്നാണ് എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും. ഈ വരികളിൽ വെറുമൊരു വാക്കുകളല്ല, ഇതിന് വലിയൊരു ആഴമുണ്ട്. അത്യുന്നതന്റെ മറവ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് അമ്മയുടെ മാറിലേക്ക് ഒളിച്ചിരിക്കുന്നത് പോലെയാണ്. ലോകത്ത് എന്ത് കൊടുങ്കാറ്റുണ്ടായാലും അമ്മയുടെ കൈകളിൽ ആ കുഞ്ഞ് സുരക്ഷിതനാണ്. ഇതുപോലെ നമ്മൾ ദൈവത്തിന്റെ തണലിലേക്ക് മാറുമ്പോൾ ലോകത്തിലെ ഒരു പ്രതിസന്ധിക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല എന്നുള്ള വിശ്വാസം. നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ത് വലുതാണെങ്കിലും, എത്ര വലുതായാലും, അത് ദൈവത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ നിൽക്കുന്ന നിങ്ങളെ ബാധിക്കില്ല എന്ന വലിയ ഒരു ഉറപ്പാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ പ്രാർത്ഥിച്ചതിന് ശേഷവും നമ്മുടെ മനസ്സിൽ ഭയമായിരിക്കും. എൻ്റെ കാര്യം എന്താകുമെന്ന്, അസുഖം മാറുമോ, കടം തീരുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടും, അല്ലേ? ഇവിടെയാണ് യഥാർത്ഥ ശരണം അല്ലെങ്കിൽ ആശ്രയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വലിയ കപ്പലിലെ കടലിൽ വലിയ കാറ്റിലും കോളിലും ഭയപ്പെടാതെ നിൽക്കുന്നത് അതിന്റെ കടലിന്റെ ആഴത്തിലേക്ക് ഉറച്ചു നിൽക്കുന്ന അതിന്റെ നങ്കൂരം ആണല്ലേ. നമ്മുടെ ജീവിതമാകുന്ന കപ്പലിന്റെ നങ്കൂരം ദൈവമായിരിക്കണം. കാറ്റടിക്കുമ്പോൾ ആ കപ്പൽ ഒലഞ്ഞേക്കാം, പക്ഷെ അത് മുങ്ങിപ്പോയില്ല. കാരണം നമ്മളെ താങ്ങുന്നത് പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവമാണ്. ഇതേ സങ്കീർത്തനക്കാരൻ മറ്റൊരു വാക്യത്തിൽ നമുക്ക് നൽകുന്ന വചനം ദൈവം നമുക്ക് തരുന്ന ഉറപ്പാണ്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ: ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവനിൽ വിശ്വസിക്കുക. വഴി അടഞ്ഞു എന്ന് നമ്മൾ കരുതുന്നിടത്ത് ദൈവം പുതിയ വഴികൾ തുറക്കും. നമ്മളെ അഭിമാനിച്ചവരുടെ മുമ്പിൽ ദൈവം നമ്മളെ ഉയർത്തും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെയും മകന്റെയും മകളുടെയും ജീവിതത്തിലെ എല്ലാ ഭയങ്ങളെയും മാറ്റി അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. വഴി മുട്ടി നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളും അങ്ങയുടെ അത്ഭുതകരമായ കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.